തിരുവനന്തപുരം പോത്തങ്കോട് സുധീഷ് കൊലപാതകത്തിൽ 11 പ്രതികളും കുറ്റക്കാർ. ഗുണ്ടാ നേതാവ് ഒട്ടകം രാജേഷ് ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ വിധിക്കും. വി വിനോദ് ചേർന്നു. എല്ലാ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഏത് തരത്തിലേക്കുള്ള ഒരു ശിക്ഷയിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം കോടതിയുടെ മറ്റ് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടായോ? അപർണ, ഏറെ പ്രമാദമായ ഒരു കേസിലാണ് ഇപ്പോൾ നെടുമങ്ങാട് SC കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. സുപ്രധാന വിധിയാണ്. ഈ കേസിൽ പ്രോസിക്യൂഷൻ 11 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. ഈ 11 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. 2021 ഡിസംബർ 11-നായിരുന്നു ഈ കൊലപാതകം നടന്നത്. സുധീഷ് എന്ന ചെറുപ്പക്കാരനെയാണ് ഇവർ വെട്ടിക്കൊലപ്പെടുത്തിയത്. 2 സംഘങ്ങൾ തമ്മിലുള്ള ഗുണ്ടാ കുടിപ്പക ഈ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ഈ കേസിലെ 1-ാം പ്രതിയുടെ പേരും സുധീഷ് എന്നാണ്. സുധീഷ് ഉണ്ണി എന്നാണ് ഈ കൊലപാതക സംഘത്തിലെ 1-ാം പ്രതിയുടെ പേര്. സുധീഷ് ഉണ്ണിയും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന തർക്കം, അതാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. ആദ്യം സുധീഷിന്റെ സംഘം സുധീഷ് ഉണ്ണിയെ ആക്രമിക്കുന്നു. തുടർന്ന് താൻ ആക്രമിക്കപ്പെടുമെന്ന ഒരു ഭീതി ഉള്ളതുകൊണ്ട് തന്നെ സുധീഷ് ഒളിവിൽ പോകുന്നു. കുറെ കാലത്തിന് ശേഷം പോത്തങ്കോടുള്ള തൻ്റെ ബന്ധു വീട്ടിലേക്ക് സുധീഷ് ഒളിവിൽ താമസിക്കാൻ വരുന്നു. കല്ലൂരിലെ പാണൻവിള കോളനിയിലാണ് സുധീഷ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. സുധീഷിൻ്റെ തന്നെ അടുത്ത ബന്ധു സുധീഷ് ഇവിടെ ഉണ്ട് എന്ന കാര്യം ഒറ്റുകൊടുക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒറ്റുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടകം രാജേഷിൻ്റെ നേതൃത്വത്തിൽ, സുധീഷ് ഉണ്ണിയാണ് ഈ കേസിലെ 1-ാം പ്രതി. ഒട്ടകം രാജേഷ് ഒരുപാട് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. ഒട്ടകം രാജേഷിനെ കൂട്ടി ഈ 11-അംഗ സംഘം ഓട്ടോയിലും ബൈക്കുകളിലുമായി ഈ കോളനിയിലേക്ക് എത്തുകയും സുധീഷ് ഒളിവിൽ കഴിഞ്ഞ വീടിനുള്ളിൽ കയറി കുട്ടികൾക്ക് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊലപാതകം ഉറപ്പുവരുത്തിയ ശേഷം, ആൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒരു കാൽ വെട്ടിയെടുത്ത് ഓട്ടോയിൽ കൊണ്ടുപോവുകയും തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ആൾക്കാർ കൂടി നിന്ന സ്ഥലത്ത് തന്നെ അത് വലിച്ചെറിഞ്ഞു പോവുകയും ചെയ്തു. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പിന്നീട് പുറത്തു വന്നതാണ്. അതായത് ഏറ്റവും ബ്രൂട്ടലായ രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകം നടത്തുന്നത്. കൊലപാതകത്തിന് ശേഷവും, ആൾ മരിച്ചു എന്നതിന് ശേഷവും അരിശം തീരാതെ ആ കാൽ വെട്ടിയെടുത്ത് ഓട്ടോയിൽ കൊണ്ടുപോയി വലിച്ചെറിയുകയായിരുന്നു. ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെ മാറിയാണ് ഈ കാൽ വലിച്ചെറിയുന്നത്. അതിനുശേഷം ഇവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. പിന്നീട് ഒരേ ഒരു ആൾ മാത്രമാണ് ഇതിൽ സാക്ഷി പറഞ്ഞത്. ആ വീടിൻ്റെ ഉടമസ്ഥൻ മാത്രമാണ്, ഇയാൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഉടമസ്ഥൻ മാത്രമാണ് പിന്നീട് സാക്ഷി പറയാൻ എത്തിയത്. മറ്റാരും തന്നെ ഈ കേസിൽ നിരവധി ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആരും സാക്ഷി പറയുന്നതിന് മുന്നോട്ട് വന്നിരുന്നില്ല. ഈ ഒരു സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പ്രോസിക്യൂഷൻ നടപടികൾ പുരോഗമിച്ചത്. CCTV ദൃശ്യങ്ങളും ഈ കേസിൽ ഏറെ നിർണായകമായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ നടപടികൾ പുരോഗമിച്ചത്. ഇപ്പോൾ 11 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒട്ടകം രാജേഷൊക്കെ വർക്കല പരിസരത്ത് ഒളിവിൽ താമസിക്കുന്നു എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടേക്ക് പോകുന്നു. ഈ വള്ളത്തിലാണ് പോലീസ് അവിടേക്ക് പോകുന്നത്. ആ സമയത്ത് ബാലു എന്ന പോലീസുകാരൻ ഈ തിരച്ചിലിനിടെ വള്ളത്തിൽ നിന്ന് വീണ് മുങ്ങി മരിച്ച സംഭവം കൂടി ഉണ്ടായി. ഒട്ടകം രാജേഷിനെ തിരഞ്ഞു പോകുമ്പോഴായിരുന്നു പോലീസുകാരന് ദാരുണാന്ത്യം സംഭവിച്ചത്. അപർണ, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും